ശ്രീ എ രാജ. സർ, ദേവികുളം താലൂക്കിൽ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കല്ലാർകുട്ടി പ്രദേശത്ത് പത്തുചെയിൻ മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എൻ്റെ സബ്മിഷൻ. സാർ, 75 വർഷകാലത്തെ പഴക്കമുള്ള ആളുകളാണ്. ഭക്ഷ്യധാന്യങ്ങൾക്ക് ദൗർബല്യം അനുഭവപ്പെട്ട സമയത്ത് മലയോര പ്രദേശത്ത് കൃഷി ചെയ്യുവാൻ താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ഭൂമി നൽകിയും വിത്തും അവിടെ കുടിയിരുത്തിയ ആളുകളാണ് സാർ. ഏകദേശം 3500ഓളം വരുന്ന ആളുകൾ കല്ലാർകുട്ടി ഭാഗത്ത് പത്തുചെയിൻ മേഖലയിൽ താമസം തുടങ്ങി ഏകദേശം 7 പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ്. ഇവിടെ കൃഷി ആരംഭിച്ചു, അവിടെ വീട് വെച്ചു, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അവിടെ മെച്ചപ്പെടുത്തി. വൈദ്യുതി ആവശ്യത്തിലേക്കായി കല്ലാർകുട്ടി ഡാം പണിയുന്നതിന് ആവശ്യപ്പെടുന്ന സമയത്ത് അവിടെ കൃഷിക്കാരെ അവിടെ നിന്ന് മാറ്റി നിർത്തി അവിടെ ഡാം പണിതു. പിന്നീട് ആളുകൾ അവിടെ വീട് വെച്ച് താമസിക്കുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. സാർ, ഈ പത്തുചെയിൻ പ്രദേശത്ത് ഇരട്ടയാർ ഭാഗത്ത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കുറേ ആളുകൾക്ക് പട്ടയം നൽകുന്നുണ്ടായി. എന്നാൽ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും പക്ഷെ പട്ടയം നൽകുന്നില്ല സാർ. സാർ, റവന്യൂ വകുപ്പ് 352/2017 ഇറക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി അവിടെ സബ്മിഷൻ നിൽക്കാൻ പാടില്ല. ക്ലോസ് ചെയ്തു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നു. അത് വൈദ്യുതി വകുപ്പും അതുപോലെ റവന്യൂ വകുപ്പും സംയുക്തമായി പരിശോധന നടത്തി വൈദ്യുതി വകുപ്പിന് ആ സ്ഥലം ആവശ്യമില്ലെങ്കിൽ അവിടെ പട്ടയം നൽകാം എന്നാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പട്ടയം നൽകിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് താമസക്കാരായിട്ടുള്ള ഏകദേശം 3500ഓളം വരുന്ന ആളുകൾക്ക് പട്ടയം ഇതുവരെ നൽകിയിട്ടില്ല. പട്ടയം നൽകണമെന്നാണ് സാർ എൻ്റെ സബ്മിഷനിലൂടെ ആവശ്യപ്പെടാനുള്ളത്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി. സാർ, ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചത് തികച്ചും ശരിയായിട്ടുള്ള വളരെ അർഹമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സാർ, ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കേരളത്തിലെ റവന്യൂ വകുപ്പ് ഇത്തരത്തിൽ നിർബന്ധമായും കൊടുക്കേണ്ട പ്രശ്നങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധയുണ്ടാകുന്നതിന് വേണ്ടി പട്ടയ മിഷൻ എന്നൊരു പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. സാർ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിൽ അവരവരുടെ മേഖലകളിലുള്ള പട്ടയ പ്രശ്നങ്ങൾ ഗൗരവമായി ഉന്നയിക്കുന്നതിനും ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ ഒരു ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്താനും തുടർച്ചയായിട്ടുള്ള ചർച്ചകളിലൂടെ അദാലത്തുകളിലൂടെ അതിന് പരിഹാരം കാണാനും തുടർച്ചയായി ശ്രമിച്ചു വരികയാണ്. സാർ, പട്ടയ അസംബ്ലി ഉയർന്നു വന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തിയ പട്ടയ ഡാഷ്ബോർഡിൽ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ പ്രശ്നവും വളരെ ഗൗരവമായി വന്നിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പ്രദേശങ്ങളിലെ ചെയിൻ മേഖലകളിൽ താമസിച്ചു വരുന്ന യോഗ്യരായ കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള യോഗങ്ങൾ ഈ ഗവൺമെൻറ് നടത്തുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാനും ബഹുമാനപ്പെട്ട ജില്ലയിലെ ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനും ചേർന്നുകൊണ്ട് വൈദ്യുത, റവന്യൂ, ജലവിഭവ മന്ത്രിമാരുടെ ഒരു യോഗം തന്നെ 2 തവണ യോഗം തന്നെ ചേരുകയുണ്ടായി. ഡാം സുരക്ഷാ അതോറിറ്റിയുമായി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട കൈവശങ്ങൾ സർവേ ചെയ്ത് തിട്ടപ്പെടുത്തി റെക്കോർഡുകൾ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ്. സർ, ദേവികുളം, ഇടുക്കി താലൂക്കുകളിൽ ഉൾപ്പെട്ടു വരുന്ന കല്ലാർകുട്ടി ഡാമിൻ്റെ പത്തുചെയിൻ പ്രദേശത്തെ യോഗ്യമായ കൈവശങ്ങൾ തിട്ടപ്പെടുത്തുന്നതിന് KICB റവന്യൂ അധികൃതരുടെ സാന്നിധ്യത്തിൽ പ്രത്യേക സർവേ ടീമിൽ നിയോഗിച്ച് ഫീൽഡ് സർവേ പൂർത്തീകരിച്ചിട്ടുള്ളതും വെള്ളത്തൂവൽ, കൊന്നത്തടി വില്ലേജുകളിലായി ആകെ 1405 കൈവശങ്ങൾ സർവേ ചെയ്തിട്ടുള്ളതുമാണ്. സർ, കൊന്നത്തടി വില്ലേജിലെ സർവേ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. വെള്ളത്തൂവൽ വില്ലേജിലെ ലാൻഡ് രജിസ്റ്റർ അന്തിമമാക്കുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. സർവേ നടപടികൾ പൂർത്തീകരിച്ച് റെക്കോർഡുകൾ തയ്യാറാക്കി അർഹരായ കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതിനുള്ള സത്വര നടപടികൾ സ്വീകരിക്കുകയാണ്. ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ അർഹരായ മുഴുവൻ പേർക്കും ഈ മേഖലയിൽ പട്ടയം നൽകാൻ കഴിയും എന്ന് ബഹുമാനപ്പെട്ട അംഗത്തെ അറിയിക്കുക.